welcome back to അമ്മ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെയും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും മുടി വെട്ടാൻ പോവാ. അത് കണ്ട് പോവാൻ പോവാ. എൻ്റെ ചേച്ചിയുടെ പേര് പറയട്ടെ. ബൈ ബൈ ഗൈസ്. അപ്പോൾ വാവച്ചി പറഞ്ഞ പോലെ നമ്മളിന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്നൊരു നോർമൽ ഒരു ദിവസമായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഞാൻ ആലോചിച്ച് ഹെയർ കട്ട് ചെയ്യാന്ന്. വാവച്ചിയുടെ ഹെയർ കട്ട് ചെയ്യാൻ പെട്ടെന്ന് ആലോചിച്ചാൽ എൻ്റെ ഹെയർ കട്ട് ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത സംഭവമാണ്. പക്ഷേ എങ്ങനെ ഹെയർ കട്ട് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ലോങ് വേണോ, ഐ മീൻ ഇത്ര തന്നെ വേണോ, മീഡിയം വേണോ, അതോ ഇത്രയും വേണോ, ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ തീരുമാനിച്ചു ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നു. ആച്ചി പോവാം. അങ്ങനെ നമ്മളിത് ബ്യൂട്ടി പാർലർ എത്തി. ആദ്യം തന്നെ വാവച്ചിയുടെ ഹെയർ കട്ട് ചെയ്യാൻ ഓർത്തു. കാരണം വാവച്ചിക്ക് ജസ്റ്റ് ട്രിം ചെയ്താൽ മാത്രം മതിയല്ലോ. എനിക്കാണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഇതുവരെ കൺഫ്യൂഷനായിട്ടിരിക്കുക. എന്താ പറയുക, ഇതുവരെ തീരുമാനിച്ചില്ല. അപ്പോൾ നമുക്ക് വാവച്ചി തന്നെ ആദ്യം കട്ട് ചെയ്യാം. മുടി വിട്ടാൽ നോക്കിയാണോ വാവച്ചി? മുടി എന്തോരം വെട്ടണം പറ. തിരിയോ? വാവച്ചിക്ക് മുടി വെട്ടാൻ തന്നെ ഭയങ്കര മടിയുള്ള ഒരു കേസാണ്. കാരണം വാവച്ചിക്ക് മുടി വളർത്താനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് വെട്ടിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് വാവച്ചിനെ കൊണ്ടുവന്നതാണ്. എന്തോ ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ. സുന്ദരി, ഹാപ്പി ആയാ? ഇല്ലേ? എന്ത് മുടി വെട്ടി നമ്മൾ? എന്താ ഓക്കെ വാച്ചി ഓക്കെ ഇല്ലേ? എന്ത് ഇല്ലയോ? കാരണം ചെയ്യണം, കുറച്ച് ഇങ്ങനെ നീങ്ങിയിരുന്നേ. എന്താ മുടി നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഓക്കെയാ? നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത ഞാനാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിച്ച് അവസാനം തീരുമാനിച്ചു ലെയർ കട്ട് ചെയ്യാമെന്ന് കേട്ടോ. ആദ്യം ഓർത്തു മീഡിയം ഷോൾഡർ വരെ ഫുൾ കട്ട് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ആലോചിച്ചു ഇനി അത് വെട്ടിയിട്ട് ഇനി മുടി വളർന്നില്ലെങ്കിലും പിന്നെ എനിക്കത് കൊള്ളത്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ലെയർ കട്ട് ചെയ്യാമെന്ന് ഓർത്തത്. കാരണം ലെയർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുടി ഉള്ളതുപോലെ തോന്നിക്കുമല്ലോ. അങ്ങനെ ഫൈനലി അങ്ങനെ കട്ട് ചെയ്യാൻ ഓർത്തു. അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബർഗണ്ടി കളറും. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ന്യൂ ഇയറൊക്കെ വരുമല്ലേ, അപ്പോൾ ന്യൂ ഇയറിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണം എന്ന് ഓർത്തിട്ട് നമുക്ക് ഹെയറിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ചേഞ്ചസ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം നമുക്ക് റെഡ് പിടിക്കാമെന്ന്, റെഡ് കളർ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. ഭയങ്കരമായിട്ട് കട്ടി റെഡല്ല, ലൈറ്റായിട്ടുള്ള റെഡ്. അപ്പോൾ ഞാനത് അങ്ങനെ ചൂസ് ചെയ്തു. അങ്ങനെ ആ സമയം വാവച്ചിയും അവളുടെ ചേച്ചിയോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റെഡ് കളർ നമ്മളത് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. വാവച്ചിക്ക് ബോറൊന്നും അടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും വാവച്ചിക്ക് ക്ഷമയുള്ളത് കൊണ്ട് ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു. പുതിയ ഹെയർ കട്ടിങ്ങും കളറിങ്ങും എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട് ഹെയർ കളറിങ്ങും കട്ടിങ്ങും ഒക്കെ? നല്ല രസമുണ്ടോ? അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.